സാബു വേറൊരു ഇതാണ്. സാബു എന്താ പറയണ്ടേ, തനി കുരുത്തം കെട്ടാൻ ഭയങ്കരമായിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്ന് കേദാർനാഥിലുണ്ട്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നിട്ട് ഏകദേശം കുറേ നാൾ ഐസിയുലൊക്കെ ആയിരുന്നു. എനിക്ക് ശ്വാസം കിട്ടാതെ. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു ഒരുത്തനാണ്. അതായത് അവൻ്റെ അടുത്ത് നമ്മൾ സേഫ് ആയിരിക്കും എന്നുള്ള. അവനെക്കുറിച്ച് പുറത്ത് പല പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത്രയും നേരം നല്ല സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. മോളൂസേ ഉച്ചായം വെറുതെ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അത് വേറെ ഒരു ഇതില്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. അതിന്റെ തുടർച്ചയാണ് വേണമെങ്കിൽ ഫാലിമീലും പറയാം. ഫാലിമീൽ അതിൻ്റെ ഒരു കുടുംബത്തിന്റെ ഒരു അതും ഇതേ കണക്ക് എൻജോയ് ചെയ്ത ഒരു കഥാപാത്രമാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അതിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ അടൂർ സാറ് വിളിക്കുമ്പോൾ ആദ്യം വിളിച്ചു ചോദിച്ചു ജഗദീഷ് ചേട്ടനെ, ചേട്ടാ ഇതിന്റെ സംഭവം. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു നല്ല സൗഹൃദം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ ഫാലിമീൽ നിങ്ങളുടെ രണ്ടുമാണ്. ഞാൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ചില കുടുംബ ചിത്രങ്ങൾ എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു കൈരളിയിൽ ആദ്യം. അവിടുന്ന് ഞാൻ പ്രഗ്നന്റ് ആയി ഒരു 8 മാസം വരെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വഴക്ക് പറഞ്ഞാണ് അത് നിർത്തിയത്. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കൊച്ചിന് ഏകദേശം 1 വയസ്സ് അടുപ്പിച്ചായപ്പോൾ ഞാൻ വീണ്ടും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലിൽ സെയിം സബ്ജക്റ്റ് ചെയ്തു. അതൊരു സീരീസാണ്, ഒരു എപ്പിസോഡ് ഒരു കഥ എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ഇതാണ്. സുലോചനയും വിശ്വനാഥനും അവരുടെ NGO 2 പേര്, അവരുടെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സൗഹൃദം, ഒരു ബന്ധമുണ്ട്. ഏകദേശം കുറേ വർഷങ്ങൾ വിശ്വനാഥനും സുലുവായിട്ട് അഭിനയിച്ച ഒരു, കാരണം അന്നത് ഭയങ്കര ഹിറ്റായിരുന്നു. ആ സമയത്ത് പുറത്ത് പോകുമ്പോഴൊക്കെ ആൾക്കാരുടെ വിചാരം ഞങ്ങൾ ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള ഇതായിരുന്നു. അപ്പം പലരും പോകുമ്പം വിശ്വട്ടം വന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നോട്. ചോദിക്കും സുലു വന്നില്ലേ എന്നൊക്കെ. രമചേച്ചിയൊക്കെ ആയിട്ട് ജഗദീഷേട്ടൻ പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ സുലു വന്നില്ലേ, സുലു അല്ല ഇവളാണ് എൻ്റെ ഭാര്യ എന്ന് പറയേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു കെമിസ്ട്രി ഫാലിമീലും ഇതായി. ഞാനാണ് അച്ഛൻ, നീയല്ല. ഓ അത് തെളിയിക്കാനാണല്ലോ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നത്. അപ്പം ജഗദീഷേട്ടനുമായിട്ട് അങ്ങനെ ഒരു കെമിസ്ട്രി ഉള്ളത് കൊണ്ട് പിന്നെ ബേസിലൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് സന്ദീപ്, അപ്പൂപ്പൻ എല്ലാവരും ആദ്യമാണ്. എനിക്ക് ജഗദീഷേട്ടനെ മാത്രമേ അവരെ അറിയുള്ളൂ. നിതീഷിനെയും ഈ പറഞ്ഞ പോലെ ഫോൺ ചെയ്തിട്ട് സംസാരിച്ചുള്ള ഇതും നേരിട്ട് വന്ന് കഥ പറഞ്ഞിട്ടുള്ളതല്ലാതെ കഥയും പറഞ്ഞിട്ടില്ല. അതിനകത്ത് കഥ പറയാനൊന്നുമില്ല. 5 പേര് ചേർന്ന് കാശിക്ക് പോകുന്നു, ഇതാണ് കഥ. അതിനപ്പുറത്തേക്ക് അതിനകത്തൊന്നുമില്ല. അതിനിടയിൽ നടക്കുന്ന സംഭവങ്ങൾ അത് ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ഷൂട്ടിങ്ങിന് അവിടെ ഞങ്ങൾ രാജസ്ഥാനിൽ ചെന്നിട്ട് 2 ദിവസം ഞങ്ങൾ ഇരുന്ന് ചർച്ചയായിരുന്നു. ഈ 5 ക്യാരക്ടേഴ്സും ഡയറക്ടറും കൂടെ ചുറ്റും ഇങ്ങനെ ഒരു ഇതുപോലൊരു വട്ടത്തിലിരുന്നിട്ട് ഈ ഓരോ സീൻ ബൈ സീനായിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് വായിച്ച് അങ്ങനെ. അതിൽ ഡയലോഗുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അത് ആക്ഷൻസും അവരുടെ കുഞ്ഞു കുഞ്ഞു ഡയലോഗുകളും. അതിനകത്ത് ജഗദീഷ് ഏട്ടൻ മറ്റേ ഈ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും ഈ അടുത്ത് നിന്ന് ശ്രീ പാൻപരാഗ് ചവച്ചിട്ട് തുപ്പി അത് കണ്ട് വൊമിറ്റ് ചെയ്യാൻ ഞാൻ ഇറക്കും. അപ്പൻ്റെ അടുത്ത് ബേസിൽ പറയും ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന ഛർദിൽ. പക്ഷെ ഞാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഛർദ്ദിക്കുമ്പം ഇവൻ പറയും 1 മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ ഛർദിലാ കൊള്ളാം. ഞാൻ ഇപ്പോൾ കണ്ടേനെ ചത്ത് പോയെന്നുള്ള നോക്കുമ്പോൾ ജഗദീഷ് ഏട്ടൻ ചവച്ചോണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഡയലോഗുണ്ട്, എന്ത് കിട്ടിയാലും മരിച്ചു കയറ്റിക്കും. വെറും 1 മണിക്കൂറിന്റെ കേസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള രസകരമായതാണ്. ഒറ്റ ഡയലോഗേ ഉള്ളൂ. ആ ഒരു ലുക്കും എന്ത് കിട്ടിയാലും വലിച്ചു കയറ്റിക്കോണം. അവിടെ ചിലപ്പോ ഉർവശിയെ നമ്മൾ ഓർപ്പിക്കുമല്ലോ, എന്താണത്? അങ്ങനെ ഉർവശി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പൊടിച്ചേച്ചിയാണ് എൻ്റെ ഫേവറേറ്റ് ഹീറോയിൻ. ആർട്ടിസ്റ്റ് KPS ലളിതയാണ്. പക്ഷെ ഹീറോയിൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉർവശിയാണ്. ഉർവശി ചെയ്യാത്ത ക്യാരക്ടർ ചില ഈ പറഞ്ഞ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ചില സാധനങ്ങളിലൊക്കെ അവിടെ അതല്ല, അതിന്റെ വേറൊരു ഫ്ലെയർ ആണ് എങ്കിലും. അപ്പൊ നമ്മളൊരു പിന്നെ ഉർവശിയുടെ ഒരു സംഭവമാണല്ലോ, ഉർവശിയുടെ ഒരു സംഭവമാണത്. എനിക്ക് കൂടുതലും ലളിതാമ്മയുടെ കൂടെ വന്നിട്ട് ആ ചായയാണ് കിട്ടിയിരിക്കുന്നത്. അല്ല അതുണ്ട്, അതല്ല ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ചില സെറ്റിലായിട്ട് ഇപ്പൊ ഈ പറയത്തില്ലേ, ഒരു കൗണ്ടർ പറയത്തില്ലേ, എന്താ പറഞ്ഞത്, എന്ത് കിട്ടിയാലും വലിച്ചു കയറ്റിക്കോണം. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്
യാത്രയെ ഭയങ്കരമായി പ്രണയിക്കുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണോ അതോ യാത്രകൾ എങ്ങനെയുള്ള യാത്രകളാണ് ഇഷ്ടം? എല്ലാ യാത്രയും ചെയ്യും. അമ്പല ദർശനവും പോവും, നല്ല അടിച്ചുപൊളി ഇതും പോവും. എന്താ പറയുക, ഒരു ഇപ്പം ജഗന്നാഥപുരി ആണ് ലാസ്റ്റ് പോയത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഭൂട്ടാൻ പോവും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ ആസാം മേഘാലയ പോവും. ഇന്ത്യയുടെ കുറെ ഭാഗങ്ങളാണ് കുറെ. ഇല്ല, ഞാൻ ലാസ്റ്റ് പോയത് ഫ്ലോറൻസ് ആയിരുന്നു. മോളിലെടുക്ക പോയിട്ട് വന്നു. ഫ്ലോറൻസ്, റോം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി. ഇപ്പൊ വീണ്ടും അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ പോകുന്നതാണ്. അതെന്താ ഒരു ഇത് എനിക്ക് പെട്ടെന്ന് പറ്റില്ല, കാരണം എനിക്ക് പ്ലാൻ ചെയ്യണം. എൻ്റെ വർക്കുകൾ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അതെല്ലാം നോക്കിയതിന് ശേഷം പ്ലാൻ ചെയ്തേ പോകാൻ പറ്റും. ഒരു 4 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഈ ട്രിപ്പിൽ ഫ്രണ്ട്സാണ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ട്രാവൽ ചെയ്യാനായിട്ട്. ഡിംപിൾ, മായ, ദേവി, ലതിയ ചേച്ചി, ഞങ്ങൾ 5 പേരും. പിന്നെ ഒരു ഗാങ് ട്രിപ്പ്, സ്ഥിരം ലോങ് ട്രിപ്പ് പോകുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ 5 പേര് പല സ്ഥലങ്ങളിലും കറങ്ങാറുണ്ട്. ഗോവ പോലുള്ളതും തായ്ലൻഡും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും കേദാർനാഥും ബദരീനാഥും പോകാറുണ്ട്. പക്ഷേ വേറൊരു ട്രൂപ്പുണ്ട് ഞങ്ങൾക്ക്, 10-12 പേരുള്ള ഒരു ട്രൂപ്പ്, 14 പേരുള്ള ട്രൂപ്പാണ്. ഞങ്ങളാണ് ജഗന്നാഥപുരി പോയത്. ആസാം മേഘാലയ പോകുന്നതും ഞങ്ങളാണ്. അതിൽ പല സ്ഥലത്തുനിന്ന് വരുന്ന. ഈ യാത്രയോടുള്ള ഇഷ്ടം എന്താ? എന്തിനാണ് യാത്ര ചെയ്യുന്നത്? റിലാക്സ് ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവണം യാത്രകൾ? ഉണ്ട്. എന്താണ്? എനിക്ക് കേദാറിൽ പോയത് മറക്കാൻ പറ്റില്ല. കേദാർനാഥ്, അത് എനിക്ക് മറക്കാൻ പറ്റില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്ന് കേദാർനാഥിലുണ്ട്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിരിച്ചു വന്നിട്ട് ഏകദേശം കുറേ നാൾ ഐസിയുലൊക്കെ ആയിരുന്നു. എനിക്ക് ശ്വാസം കിട്ടാതെ, മഞ്ഞാണല്ലോ അവിടെ. പക്ഷെ എങ്കിലും ഇപ്പോഴും നമ്മളെന്തോ പിടിച്ചു നിർത്തുന്ന ഒന്നുണ്ട്. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഈ വെളുപ്പിന് 5-5:30 ആ തണുപ്പത്ത് അവിടെ പോയി നിൽക്കുന്നത്. നമ്മളതിൻ്റെ പുറകിലുള്ള ആ മല, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്വർണ്ണ കളറിൽ ആ മല ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. അത് കാണാൻ വേണ്ടിയാണ് പോയത്. പിന്നെ അവിടുത്തെ ശിവലിംഗം പരന്നിട്ടാണ്. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ശിവലിംഗമല്ല, പരന്നിട്ടാണ്. നമുക്ക് ആ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരയാം, അതിൽ പൂജ ചെയ്യാം, പാലാഭിഷേകം നടത്താം, എല്ലാം ചെയ്യാം, തൊടാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിലെന്താ വെച്ചാൽ, നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന മന്ത്രോച്ചാരണമുണ്ട്. അതൊരു പ്രത്യേക വൈബാണ്. അതിങ്ങനെ മുഴങ്ങി കേൾക്കും. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ഈ സാധനം എല്ലായിടത്തും പോയി, ബദരി, ഗംഗോത്രി, യമുനോത്രി, ഋഷികേശ്, ഹരിദ്വാർ, എല്ലായിടത്തും ഒരു ട്രിപ്പ് കറങ്ങിയിട്ടാണ് വന്നത്. ഈ മന്ത്രോച്ചാരണം എൻ്റെ ചെവിയിൽ ഒരാഴ്ചയോളം ഇങ്ങനെ രാവിലെ കിടക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. തമാശ പറഞ്ഞതല്ല, ഇങ്ങനെ ഇങ്ങനെ ഒരു മൂളൽ പോലെ ഇങ്ങനെ കേൾക്കുമായിരുന്നു. പേര് നല്ലൊരു പേര്. എന്തെങ്ങനെ ഇട്ടാണ്? സുജിത്താണ് അത് ഇട്ടത്. ദയ എന്ന് പറയുന്ന പേര്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ദയ. വീട്ടിൽ ജാനകിയാണ്, ജാനി എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ ബ്രദറിൻ്റെ മോൾക്കും പേരിട്ടത് സുജിത്താണ്, ദക്ഷ. അങ്ങനെ ഒരു ദക്ഷ അങ്ങനെ ഇട്ടത്. മോള് സ്റ്റൈലിസ്റ്റാണ്. ഫാഷൻ സ്റ്റൈലിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഫ്ലോറൻസിൽ. 2 വർഷം. ഇപ്പോഴും എൻ്റെ ഒരു ചേഞ്ചിന്റെ കാരണം അവളാണ്. കുറേയൊക്കെ ചേഞ്ചായി ചെയ്തത് അവള് തന്നെയാണ്. മോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്നതാണ്. ഞാൻ ഭയങ്കര ഫ്രണ്ട്സാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയാറുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുമെന്ന് നമ്മൾ പറയും, പക്ഷേ ആരോടും പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടാവണം. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അത് ഒരു അമ്മയോടോ ഫ്രണ്ട്സിനോടൊന്നും പറയാൻ പറ്റാത്ത നമ്മളുടേത് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, 5% കാര്യങ്ങൾ നമുക്കുണ്ടാവും. അതുണ്ടാവും. അല്ലാതെ ഒരുവിധം എല്ലാം ഒരു 90% എന്നോട് പറയുന്നതാണ് എൻ്റെ വിശ്വാസം. ദയാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത്. ദയ, എൻ്റെ അമ്മ, അച്ഛൻ. ഈ പറഞ്ഞ പോലെ ഈ 90% അല്ലെങ്കിൽ 95% നമുക്ക് എല്ലാം തുറന്നു പറയാവുന്ന ഒരു സുഹൃത്ത് നമുക്കുണ്ടാവും. അങ്ങനെ ഒരാളാണോ സാബു? അല്ല. സാബു വേറൊരു ഇതാണ്. സാബു എന്താ പറയണ്ടേ, കുരുത്തം കെട്ട അനിയന്മാരുണ്ടാവില്ലേ. ആക്ച്വലി ഞങ്ങൾ തമ്മിൽ 2-3 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ എന്നെ കിളവി, എന്താണ് എന്തൊക്കെ വിളിക്കുന്നറിയാമോ? തെറി ഞാനാ വിളിക്കുന്നവനെ. ഈ ലോകത്ത് സാബുവിനെ തെറി പറയാൻ അവകാശമുള്ള ഒരു പെണ്ണ് ഞാനായിരിക്കും. സാധാരണ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല.
ഞാൻ വിളിക്കും, ഞാൻ ചീത്ത വിളിക്കും എല്ലാം പറയുമ്പോൾ ചെറിയ കേൾക്കാൻ വേണ്ടി വിളിക്കും, എന്നെ ഫോൺ ചെയ്യും. എന്തെങ്കിലും കുരുത്തക്കേട് പറയുമ്പോൾ ഞാൻ നല്ല ചീത്ത പറയുമ്പോൾ സമാധാനമായി, ഇനി കിടന്നുറങ്ങാം എന്നിട്ട് ഫോൺ വെച്ചിട്ട് പോവും. അങ്ങനത്തെ അവസരങ്ങളുണ്ട്. സാബു എൻ്റെ വളരെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള എൻ്റെ ഡിയറസ്റ്റ് ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു ബ്രദറാണ്. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു ഒരുത്തനാണ്. അതായത് അവൻ്റെ അടുത്ത് നമ്മൾ സേഫ് ആയിരിക്കും എന്നുള്ള, അവനെക്കുറിച്ച് പുറത്ത് പല പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. തരികട്ട സാബു എന്നുള്ള പേരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ജെന്യുവിനാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സേഫായിട്ട് അവൻ്റെ കൂടെ നമുക്ക് പോകാം, നമ്മളെ കരുതാൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലേ? എനിക്കിപ്പോഴും അവൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി തോന്നിയിട്ടുള്ളത്, നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറുകയാണ്, ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അടുത്ത ഹാളിലേക്ക് നമ്മൾ കയറുകയാണെന്ന് വെച്ചോ, നമ്മൾ ഡോറ് തുറന്ന്, നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഡോറ് തുറന്ന് കയറിപ്പോവും. പക്ഷെ അവൻ ഡോറ് തുറന്ന് നിൽക്കും, എന്നെ കയറ്റി വിട്ടിട്ട് എൻ്റെ പുറകിലേ അവൻ വരുള്ളൂ. അത് എന്നെ എന്നല്ല, ഏതൊരു സ്ത്രീയും അവൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തുറന്ന് നിന്നിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അത് ബമ്പർച്ചിരിയുടെ ഫ്ലോറിലാണെങ്കിലും എല്ലാവരുടെ കൂട്ടം കൂടി നിൽക്കുവാണെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. വേറെ എല്ലാവരും മുമ്പിൽ പോവും, ഞാൻ പുറകിൽ പോവും. പക്ഷേ എന്നെ ആദ്യം വിടും. അത് ചേച്ചി പോ എന്നിട്ട് ഇങ്ങനെ വിട്ടിട്ടാണ് പുറകിൽ അവൻ വരുന്നത്. ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് കാണുന്നതാണ്. അതൊരു സ്പേസ് കൊടുക്കുക, സ്ത്രീകൾക്ക് ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് ഞാനൊരു വലിയ ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. ഞാൻ സാബുവിനെ അവിടെ വെച്ചാണ് കാണുന്നത്. ഒരു 4-5 വർഷത്തെ ഒരു സൗഹൃദമേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് അടുപ്പമുള്ള ഒരാളാണ് സാബു. പലരും ചോദിക്കും സാബുമായിട്ടൊക്കെ എങ്ങനെ ഇത്ര ക്ലോസ് ആയി എന്ന് വിചാരിക്കും. ഞാൻ ചോദിക്കും, ഞാൻ പറയും എനിക്ക് മാത്രമേ എങ്ങനെ ക്ലോസ് ആവാൻ പറ്റൂ, എൻ്റെ അടുത്ത് മാത്രമേ അടങ്ങി നിൽക്കുള്ളൂ. ഞാൻ നല്ല വഴക്ക് പറയും. പിണങ്ങിയൊക്കെ വെക്കും ഫോണ് ഞാൻ, പക്ഷെ വിളിക്കും മോളൂസേ ഉച്ചാൻ വെറുതെ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അത് വേറെ ഒരു ഇതില്. ബമ്പർച്ചിരിയിലെ 2 പിള്ളേര്, അതായത് കെവിനും കെവിനും ഒരുപാട് വൈറലായിട്ടുള്ള ആൾക്കാരാണ്. അവര് എങ്ങനെയാണ്, നമ്മള് എപ്പോഴും ആ നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് മാത്രമാണ് ആ ചാനലിലൂടെ കാണുന്നത്, മനോരമയിലൂടെ. മിടുക്കൻ പിള്ളേരാണ് അവരെങ്ങനെയാണ്? സൂപ്പർ പിള്ളേരാണ്, മിടുക്കന്മാരാണ്. അമ്മാര് എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്? എനിക്കറിയില്ല, അത് ഇമ്പോൺ ടാലന്റ് ആണ്. അത് ഒരിക്കലും അവരെ ഗ്രൂം ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കാര്യങ്ങൾ അവർ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതും ഗ്രൂം ചെയ്യാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഓൺ ദ സ്പോട്ട് ഇടാറുണ്ട്. അത് തന്നെ ഉഗ്രം ഒരു ആർട്ടിസ്റ്റിന്റെ ഇതാണ്. അമ്പിളിച്ചേട്ടനൊക്കെ പെർഫോം ചെയ്യുന്ന അതേ ഒരു ഇതിൽ നിന്നിട്ട് ചില സമയത്ത് പെർഫോം ചെയ്യുന്ന കാണാറുണ്ട്. അമ്പിളിച്ചേട്ടനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പെർഫോമൻസ് വരാറുണ്ട് അവരിൽ 2 പേരുടെ ഇതിൽ. ചെറുതിലേ വന്നതാണ്. അപ്പം ചട്ടമ്പികളായിരുന്നു, കുരുത്തക്കേടായിരുന്നു, നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കാൻ തോന്നുന്നു. ഞാൻ അടിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുരുത്തം കെട്ട പിള്ളേരായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് വലുതായപ്പോൾ അതൊക്കെ മാറി. എങ്കിലും അവര് പരസ്പരം ഇപ്പോഴും അവരുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരുത്തൻ്റെ ഇതില് വാഴയെന്നും ഒരുത്തൻ്റെ ഇതില് വാഴയെന്നും മറ്റവന്റെ ഇതില് അങ്ങനെ എന്തോ ഒരു പേരുമാണ്, അങ്ങനെ വേറെന്തോ പേരുമാണ് സേവ് ചെയ്തിരിക്കുന്നത്. അമ്മയെ അച്ഛനെ തന്നെ ട്രോൾ ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ പേര് എന്നെ ഒച്ചരൂപൻ എന്നല്ലേ, എന്റെ അമ്മയുടെ പേര് ഗാനഗോകുലം. ഷൈൻ വന്നപ്പോ ഷൈൻ ടോമിനെ ഭയങ്കരമായിട്ട് ഷൈൻ പറയും, എന്നെ വിളിച്ചിട്ട് പറയും, എന്നെ തൂക്കിയേക്കാൻ പറഞ്ഞു കേട്ടോ. അവന് ഇഷ്ടാ, ഷൈനിന് ഇഷ്ടാ എന്നെ തൂക്കിയേക്കാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ മാക്സിമം വലിച്ചു കയറാമോ അതുപോലെ വലിച്ചു കയറാൻ പറയും ഷൈൻ. അഥവാ എന്തെങ്കിലും പ്രൊമോഷനൊക്കെ അവിടെ ഫ്ലോറിൽ വരുവാണെങ്കിൽ എന്നെ സ്പെഷ്യലി വിളിച്ച് പറയും, അതെ ആ പിള്ളേർ ഇറക്കാൻ പറയണേ പ്ലീസ്. ഭക്തി ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. സ്ഥിരമായിട്ട് മൂകാംബിക അമ്മയെടുത്ത് പോകുന്നു ഞാൻ കേട്ടാറുണ്ട്, ശരിയാണത്? മൂകാംബികയിൽ പോകാറുണ്ട് പതിവായി. വർഷത്തിൽ അടുപ്പിച്ചൊന്നും പോകാറില്ല, വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ആറ്റുകാൽ പൊങ്കാല, ഗുരുവായൂർ. പോയിരുന്നു. അത് കഴിഞ്ഞ വർഷം ഒന്നും മുടങ്ങി, അത് അറിയാതെ മുടങ്ങിയതാണ്. അതായത് ഈ മനോരമയ്ക്കൊരു പ്രശ്നമുണ്ട്, മനോരമ ഒരു 5 മാസത്തെ ഡേറ്റ് ഒരുമിച്ച് തരും. അപ്പോൾ നമ്മൾ ഓർക്കില്ല, ആ ഡേറ്റ് അങ്ങ് കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അറിയാതെ ആ ഡേറ്റ് കൊടുത്തുപോയി, അത് മാറ്റാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഇപ്രാവശ്യം അതുകൊണ്ട് നേരത്തെ ഞാനില്ല, ഇപ്രാവശ്യം ഇട്ടു. പിന്നെ ഏറ്റുമാനൂർ അമ്പലത്തിൽ
സ്ഥിരം പോകുന്നത്. ഏറ്റുമാനൂർ അമ്പലം കുടുംബ അമ്പലം പോലെയാണ്, കാരണം ഏറ്റവും അടുത്ത വീടിന്റെ അടുത്തല്ലേ. കുടുംബ അമ്പലമാണ്. അപ്പം അത് പിന്നെ പഴവങ്ങാടി ഇതൊക്കെ സ്ഥിരം പോകുന്ന. ആദ്യം വിളിക്കുന്നവരാണ് ഒരു സങ്കടം വരുമ്പോൾ പെട്ടെന്ന് വിളിക്കും. ശിവഭക്തയാണ്. ശിവഭക്ത ഞാൻ എല്ലാരും പറഞ്ഞ ഏറ്റുമാനൂരപ്പാന്ന് വിളിച്ച് ശീലിച്ചു പോയി. അതിപ്പോ ഒരു ഇവിടെ കലൂര് പള്ളിയിൽ സ്ഥിരം പോകുന്ന ഒരാളാ, സ്ഥിരം പോയിട്ട് മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അവിടെ പോയാലും ചിലപ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന ഏറ്റുമാനൂരപ്പാന്നായിരിക്കും. അതെ, അവർക്ക് ജാതി മതമില്ല. ഞാൻ ചെന്ന് ഏറ്റുമാനൂരപ്പ, അയ്യോ സോറി കർത്താവേ, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സിനിമയിൽ ഇപ്പം ഏറ്റവും തിരക്കുന്നുള്ളതല്ല, ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ കുട്ടിയമ്മയ്ക്ക് ശേഷം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം എന്തെങ്കിലും നമുക്ക് ഇപ്പം ചാൻസ് ചോദിച്ചിട്ടുള്ളത് അടൂർ സാറിനോട് പറഞ്ഞു. ഒരുപാട് മിടുക്കൻ പിള്ളേർ ഇപ്പം ഉണ്ട്, ഒരുപാട് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാം. അങ്ങനെ ആരുടെ അടുത്തെങ്കിലും അഭിനയിക്കണമെന്നോ ആരുടെങ്കിലും ചെയ്യണമെന്നൊക്കെ ആരെങ്കിലും ഒക്കെ ഉള്ള താല്പര്യമുള്ളത് ഉണ്ടോ? ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ആരുടെ കൂടെ വേണമെങ്കിലും അഭിനയിക്കാം. എനിക്കിങ്ങനെ അഭിനയത്തിന് ഇന്ന ആള് വേണം അങ്ങനെ ഒന്നും. എന്നാലും ഒരു സ്വപ്നം ഉണ്ടാവില്ല നമുക്ക് ഇന്നാളോട് ഒന്ന് അഭിനയിക്കാം അങ്ങനെ ഒരു, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് കമലഹാസൻ സാറിനോട് ഒന്നുകൂടെ അഭിനയിക്കണം, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം. മമ്മൂക്കയ്ക്ക് പേരായിട്ട് അഭിനയിക്കണം, ഓപ്പോസിറ്റായിട്ട് അഭിനയിക്കണം. കമൽ സാറിൻ്റെ കൂടെ അഭിനയിക്കണം. പിന്നെ എനിക്ക് തമിഴിൽ ഇഷ്ടമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റായിരുന്നു, തമിഴല്ല, ഇർഫാൻ ഖാൻ, മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് എനിക്കൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ തമിഴിലും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ആഗ്രഹം ഉണ്ട്. നല്ല ആർട്ടിസ്റ്റുകളെ കാണുമ്പോഴാണല്ലോ നമുക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അവരുടെ ഒപ്പം അഭിനയിക്കണം എന്നുള്ളൊരു ഇത് വരും. ഇപ്പോഴത്തെ തലമുറയോടുള്ള ഒരു അവരെങ്ങനെ നിരീക്ഷിക്കുന്നത്? എല്ലാം മിടുക്കൻ പിള്ളേരാണ്. മിടുക്കൻ പിള്ളേരാണ് എല്ലാവരും. ഈവൻ നമ്മുടെ എല്ലാ കുട്ടികളും, എല്ലാ ഹീറോസും അവർ കഷ്ടപ്പെടുന്നുണ്ട്, അവരൊരു ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. ചാക്കോച്ചനൊക്കെ എത്ര വ്യത്യസ്തപ്പെട്ടു, അല്ലേ? നമ്മൾ ഓഫീസറൊക്കെ കണ്ടു കഴിയുമ്പം എന്ത് ഡിഫറെൻ്റായി ചാക്കോച്ചനൊക്കെ. ജയനൊക്കെ നമ്മുടെ കത്തനാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചേഞ്ച് ആയില്ലേ? അങ്ങനെ എല്ലാവരും. ഫഹദ് ഓൾറെഡി ഉഗ്രൻ ആർട്ടിസ്റ്റാണ്, മിടുക്കനാണ്. രാജന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാ പിള്ളേരും നല്ല, എല്ലാ ആൾക്കാരും നല്ല ഇതാണ്. അവരെ പിള്ളേരൊന്നും വിളിക്കാൻ പറ്റില്ല. ഞാൻ ചാക്കോച്ചനെ എപ്പോഴും പറയും, ചാക്കോച്ചനെ അതിന് ശേഷം എന്നെ വിളിക്കുന്നത് എങ്ങനെയാ, ഞാൻ പറഞ്ഞു ചാക്കോച്ചനെ എന്നെ ചേച്ചിനെ വിളിക്കുന്നത്, ഞങ്ങൾ ഒരേ പ്രായമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ദിവസം കണ്ടപ്പോ ഡി മഞ്ജു, ഞാൻ ഇത് കണ്ട് ഇന്റർവ്യൂ കണ്ടല്ലേ, എല്ലാരും നിൽക്കുമ്പോൾ എടി മഞ്ജു, ചുമ്മാ അതിലെ എടി മഞ്ജു, ഇങ്ങോട്ട് എടി മഞ്ജു, എല്ലാവരും അങ്ങനെ ഇങ്ങനെ വിളിക്കുന്നത്. ശരിക്കും മഞ്ജു കൊച്ചുകുട്ടിയാണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല, എനിക്ക് എന്റെ കുട്ടിക്ക് കൊച്ചു അല്ല, ഞാൻ അത്ര അമ്മ വയസ്സ് കെട്ടുന്ന അത്രയും ഏജ് ആയിട്ടില്ല. പലരും അതെ, ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു പിന്നെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥാപാത്രങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അല്പം പ്രായം കൂടുതലുണ്ടെന്ന് അങ്ങനെ വിചാരിക്കുന്നത് വിജയമല്ലേ? ഞാൻ ആ ക്യാരക്ടർ കെട്ടിയപ്പോൾ അത്രയും ഏജ് ഉണ്ടെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്നത് ഒരു വിജയമാണ്. പക്ഷെ മലയാളി ഫ്രം ഇന്ത്യ ചെയ്യുന്ന സമയത്ത് നിവിന്റെ അമ്മയായിട്ട് ഫീൽ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് വയറ് വെച്ച് കെട്ടിയിട്ടുണ്ട്. നിവിന്റെ സിസ്റ്ററായിട്ടേ തോന്നുന്നുള്ളൂ, അമ്മയായിട്ട് തോന്നുന്നില്ല ചേച്ചി, നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ഒന്നും ആവരുത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വയറ് വെച്ച് കെട്ടി. ഇത്തിരി വൈകിട്ടാണെങ്കിലും നമ്മുടെയൊക്കെ പ്രാർത്ഥന പോലെ അവന് നല്ലൊരു പണി തന്നെ കിട്ടി. എന്തെങ്കിലും ഡിഫറൻസ് വേണം, പല്ല് വെക്കാൻ പറ്റില്ല, ബിക്കോസ് കുട്ടിയമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യില്ല, അങ്ങനെ വയറ് വെച്ച് കിട്ടി. എന്തെങ്കിലും ഒരു ഡയറക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? തൽക്കാലം ഇല്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരു അങ്ങനെയുണ്ട്, നോക്കാം. ഇപ്പോഴെങ്ങും ഇല്ല. ഇപ്പൊ അത്യാവശ്യം സിനിമയൊക്കെ കിട്ടിപ്പോകുന്ന അങ്ങോട്ട് സഹിക്കുന്നില്ലല്ലേ? ഒന്നാതെ പ്രൊഡ്യൂസർമാര് പൈസ കൂട്ടിയിട്ട് പറഞ്ഞിട്ട് ആൾക്കാരെ എങ്ങനെ പുറത്താക്കാന്നാണ് ആലോചിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാ നോക്കാം. അല്ല, എപ്പോഴെങ്കിലും മോശപ്പെട്ട കാര്യമൊന്നുമില്ല, ചെയ്യാം. എന്റെ അടുത്ത് ജോണി ചേട്ടൻ എപ്പോഴും പറയും, ഞാൻ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം അവിടെ പറയുമ്പോഴത്തേക്ക് പിന്നെ ഇതൊക്കെ പറയും, മഞ്ജുരി ഒരു സിനിമ ഡയറക്ട് ചെയ്തൂടെ എന്ന് ഇപ്പോഴും ചോദിക്കും ജോണി ചേട്ടൻ. ഒരു ചോദ്യം കൂടി ചോദിച്ചത് അനർത്ഥമാണോ എന്ന് എനിക്കറിയില്ല. ജീവിതത്തിന്റെ ചില താളം തെറ്റലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, അതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഇനിയൊരു വൈവാഹിക ജീവിതം ഉണ്ടാകും,
അതൊരു ചോദ്യമല്ലേ? ഇത്രയും നേരം നല്ല സ്മൂത്ത് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ക്ഷീണം കഴിയട്ടെ ഏട്ടാ. അതെ, അപ്പം ഒന്ന് ക്ഷീണമാവാം. മറ്റേ ആർക്ക് ക്ഷീണമാവാന്ന്? അശോകൻ അശോകന് ക്ഷീണമാകാം എന്ന് സിനിമയിൽ പറയുന്ന പോലെ മഞ്ജു പിള്ളയ്ക്ക് ക്ഷീണം ഒന്ന് കഴിയട്ടെ. അല്ല, അതിനകത്തൊരു ഹ്യൂമർ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത്രയെങ്കിലും നല്ലത് മാത്രം ജീവിതത്തിൽ. കാരണം നമുക്ക് എപ്പോഴും ദുഃഖങ്ങൾ മാത്രമല്ല, അതൊരു കയറ്റിറക്കങ്ങൾ എപ്പോഴും ഉണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആ മുന്നോട്ടുള്ള ജീവിതത്തിലും. ചേട്ടാ, ഞാനിപ്പോ ചേട്ടൻ ചോദിച്ചുകൊണ്ട് പറയാണ്, നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലല്ല, നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല. പക്ഷേ ഐ എം ഫോക്കസ്ഡ്. എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ഫോക്കസ്ഡ് ആണ്. ഞാൻ എന്ത് ചെയ്യണം, പ്രൊഫഷണലി ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ എവിടെ കൊണ്ടെത്തിക്കണം, ഞാൻ എങ്ങനെ ആയിരിക്കണം ഫ്യൂച്ചറിൽ എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ എനിക്ക് കടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. എനിക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് കടങ്ങളുണ്ട്, ഫ്ലാറ്റിൻ്റെതും ലോണുകളാണ്, അല്ലാതെ വലിയ കടം വാങ്ങിച്ചൊന്നുമല്ല, ബാങ്കിൽ ലോണുകളും ഒക്കെ ഉണ്ട്. അത് എനിക്ക് തീർത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടിട്ട് ഐ എം ഫോക്കസ്ഡ്. ഞാൻ ട്രാവൽ ചെയ്യും. മോളെ കല്യാണം കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ മോള് കല്യാണം കഴിപ്പിക്കണമെങ്കിൽ അവളൊന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് ഇന്നാളെ ഇഷ്ടമാണ് കെട്ടണം എന്ന്, അവൾ അങ്ങനെ കെട്ടിച്ചു വിടുകയുള്ളൂ. അല്ലാതെ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവളെ കെട്ടിക്കാൻ നിൽക്കില്ല. സുജിത്തും അങ്ങനെ ചെയ്യില്ല. കാരണം അവളുടെ ഇഷ്ടത്തിനാണ്, അവളുടെ ലൈഫാണ്. അവള് ഇപ്പോഴും അടുത്ത 5-6 വർഷത്തേക്ക് അവള്, എനിക്ക് തോന്നുന്നില്ല, അവള് പറയും, അവള് പറയട്ടെ, എന്തിനാന്നേ, ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ, പഠിക്കട്ടെ, പഠിച്ച് നല്ലൊരു ജോലി കിട്ടട്ടെ, അത് കഴിഞ്ഞ് അവള് കണ്ടുപിടിക്കും. അവരുടെ വളർച്ചയും നമുക്ക് കാണാൻ കഴിയട്ടെ. ഈ പറഞ്ഞ പോലെ ഈ കണ്ട പോലെ സ്വപ്നങ്ങളുടെ പുറകെ പോകാനും കഴിയട്ടെ. ഞങ്ങൾ നാളെ അവിടെ എവിടെയെങ്കിലും നിൽക്കുമ്പോഴും ഇത് മഞ്ജുവാണല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചറിയുമ്പോൾ ഒരു സന്തോഷം മുഖത്തുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. ഞാൻ വന്ന വഴി മറക്കാത്ത ഒരാളായതുകൊണ്ടാണ് സുരേഷ് ഏട്ടാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത്. വർഷം എത്രയായി, ഇത്ര വർഷമായിട്ട് നമ്മൾ കാണുന്നു, സംസാരിക്കുന്നു. എൻ്റെ അമ്മ എനിക്ക് പണ്ടും പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, ഓരോ പടികളും നോക്കി ചവിട്ടിക്കയറുക. അതിപ്പോഴും ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് ചിരിച്ച് സന്തോഷിച്ച് സംസാരിക്കാൻ കഴിയുന്നു. താങ്ക് യു. താങ്ക് യു.